everyone, welcome back to the channel. It's me Priyanka and I hope you all are doing great. So guys, today I am going to react on another scene from the movie Turbo, and here we will see Mammootty sir in the lead role. And already I have started reaction on this movie scenes guys. So अगर आप लोग नहीं देखें previous video, then go and check out my channel. So if we're going to start the video, if you're here for the first time, don't forget to like and subscribe my channel, and also don't forget to click on that bell icon to get notification of my upcoming videos. So let's get started the video. നല്ലോണം അറിയിക്കും. നേരം വെളുക്കുമ്പോൾ മനസ്സൊക്കെ ശാന്തമാവും. അപ്പോൾ കാര്യങ്ങളൊക്കെ തെളിയും. നമുക്ക് ചെന്നൈ സിറ്റിയിലേക്ക് ഒന്ന് കറങ്ങി നല്ല കലക്കം മസാല ദോശയൊക്കെ അടിച്ചിട്ട് വൈകുന്നേരത്ത് വണ്ടിക്ക് തിരിച്ചു പോയാൽ എന്നാ പറയുന്നു. ജോലി എന്നാ പറഞ്ഞേ? ICB ബാംഗ്ലൂർ മാനേജറാ നൊങ്കമ്പക്കം. ആ ജെറിയുടെ ഫോണിൽ കുറെ ഹിന്ദുമാരുടെ പേരുള്ളതുകൊണ്ട് കൊച്ചിന്റെ ശരിക്കുള്ള പേരെന്നാന്ന് പിടികിട്ടിട്ടില്ല. എന്താ പേര്? കുറെ ഹിന്ദുമാരും. ആ ഹിന്ദു ഇൻസ്റ്റ, ഹിന്ദു +2, പിന്നെ ഹിന്ദു പമ്പിൾ, ട്രംപിൾ, അങ്ങനെ കുറെ ഹിന്ദുമാരുണ്ട്. അവനോട് നമുക്ക് പിന്നെ പിണങ്ങാവുന്നേ. എന്താ കൊച്ചിന്റെ ശരിക്കുള്ള പേരെന്നാ? ഹിന്ദുലേഖ. നല്ല കലക്കം പേര്. ആ പേര് കേൾക്കുമ്പോ തന്നെ അറിയാം കൊച്ച് നല്ല മനസ്സലിവുള്ള നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ കൂടെ വേണം. ഇവിടെ ഒന്നും മിണ്ടാതിരിക്കുക. ഞാൻ കുറച്ചു പേർക്ക് ചെന്നൈ ചെന്ന് നാളെ ജോലിക്ക് പോകാനുള്ളതാ. ശരി മൈസറേട്ടെ. ഓരോരുത്തർക്ക് ഉറക്കോ ഇല്ല. पूरा बस खाली एंड ये अकेला रात भर बात कर रहा था, सुबह सो गए. ചേട്ടാ എന്റെ കൂടെ വന്ന പെങ്കൊച്ചെന്തി? അത് അതിന്റെ ജീവനും കൊണ്ട് എപ്പോഴും രക്ഷപ്പെട്ടു പോയി. कहाँ ढूंढेगा? ഗുഡ് മോർണിംഗ് ഇന്ദു മാം. ഗുഡ് മോർണിംഗ്. ആൻഡ്രൂ സർ ഒത്തിരി നേരം വന്നു? ഇല്ല, ഇപ്പൊ എത്തിയതേ ഉള്ളൂ. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പണി തുടങ്ങാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ഭൂമി പൂജ ഈ വെനസ്ഡേ ആണ്. ഞങ്ങൾക്ക് ഈ ലോൺ 2 ആഴ്ച കൊണ്ട് പാസ്സായതും മാഡത്തിന്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. സർ ഞങ്ങളുടെ ഇമ്പോർട്ടന്റ് ക്ലയന്റ് അല്ലേ. ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ ടു ഹെൽപ്പ്. താങ്ക് യു സർ പ്ലീസ്. ഇല്ല, ഞാൻ മാഡത്തിന്റെ സമയം മെനക്കെടുക്കുന്നില്ല. അപ്പൊ ഞാൻ ഇൻവിറ്റേഷൻ വാട്സാപ്പിൽ ഒന്നുകൂടെ അയച്ചേക്കാം. നേരത്തെ എത്തിയാൽ நம்ம புது அப்பார்ட்மெண்ட் ப்ராஜெக்ட் வேல்யூ 50 கோடி, பழைய மேனேஜர் 40 கோடி உடனே தரேன்னு சொல்லிட்டாரு. இப்போ நீங்க என்ன பண்றீங்க? லட்சுமி பில்டர்ஸ் அக்கௌண்ட்டுக்கு அந்த மாவை தள்ளி விடுங்க. മിസ്റ്റർ ദില്ലി ബാബു അല്ലേ? XMLA ഡില്ലി ബാബു. ഓക്കെ മിസ്റ്റർ XMLA ദില്ലി ബാബു. ആ ലാൻഡിന് വേറെ കുറെ ഓണേഴ്സ് ഉണ്ട്. അവരുടെ ഒന്നും സിഗ്നേച്ചേഴ്സ് ഇല്ലാതെ ലോൺ പാസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം പ്രോപ്പർ പേപ്പേഴ്സ് കൊണ്ടോ. என்ன பேப்பர் வேணும்னா? என்ன பேப்பர் வேணும் உனக்கு? தினத்தந்தி, தினமலர், தினகரன். വാട്ട് നോൺസെൻസ് ആർ യു സേയിങ്? என்ன டிக்கெட் ஆகிட்டு இருக்கா? இப்படி அப்படியே இந்த காரியத்தை போட முடியுமா முடியாதா? ப்ராப்பர் பேப்பர்ஸ் இல்லாம ஒன்றும் பண்ண முடியாது. ஏய் நான் பேசிட்டு தெரியுதா? ये फाइनली ढूंढ के आ गया. இது உங்க வீடு கிடையாது. ப்ளீஸ் பீ குவைட். लेखा के पास உள்ளுக்குள்ள ரொம்ப மோசமானவன். முதல்ல நீங்க கொஞ்சம் வெளிய போங்க. சரி நீங்க வாங்க. സ്ഥാപനത്തിലേക്ക് കയറുമ്പോൾ അതിൻ്റെതായ ഒരു മാന്യതയും മര്യാദയും ഒക്കെ വേണ്ട. എന്റെ പൊന്നു ജോസ്, ഞാൻ ഇന്നലെ അറിയാതെ പറഞ്ഞു പോയതാ എന്റെ ബാങ്ക് എവിടെയാന്ന്. ഇവിടെയും കയറി വന്നോ? എന്നാ വർത്തമാനം കൊച്ചി പറയുന്നേ? നമ്മൾ തമ്മിൽ ഇന്നലെ എന്നിട്ട് എന്നോട് മിണ്ടാതെ മുങ്ങുക. ജോസെ, കാര്യങ്ങളൊക്കെ ജോസിന് അറിയാവുന്നതല്ലേ. വീട്ടുകാരെയും ബന്ധുക്കാരെയും മുഴുവൻ വെറുപ്പിച്ചിറങ്ങി വന്നിട്ട് ഞാൻ ഇനി എന്ത് പറഞ്ഞാ തിരിച്ചു ചെല്ലണ്ടേ? കാമുകൻ തേച്ചിട്ട് പോയെന്ന് പറയണോ? എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞാൻ അമ്മച്ചിയോട് എന്നാ പറയും? ഇയാളുടെ അമ്മച്ചി ഫോണിൽ വിളിച്ചതാ, ഞാൻ സംസാരിക്കാം. അതൊന്നും അമ്മച്ചി വിശ്വസിക്കുകയല്ല. ഞാൻ പറഞ്ഞു പറയിപ്പിച്ചാണെന്ന് പറയും. പോലീസുകാർ കൊച്ചു വീട്ടിൽ തിരിച്ചെത്തിയെന്ന് പറയാതെ അമ്മച്ചി വിശ്വസിക്കുകയില്ല. അതൊന്നും നടക്കില്ല. ജോസ് അടുത്ത വണ്ടി പിടിച്ച് നാട്ടിലേക്ക് പോക്കോ. പരിചയമില്ലാത്ത സ്ഥലമല്ലേ, വെറുതെ ഇവിടെ കിടന്ന് കറങ്ങണ്ട. അതൊന്നും നടക്കുന്ന കേസ് കെട്ടല്ല കൊച്ചേ. ഞാൻ ഇടുക്കി കാല് വെക്കണേ കൊച്ചെന്റെ കൂടെ വേണം. ജോസെ, എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു സ്ഥാപനമില്ല എന്ന് കരുതി ഞാൻ താഴ്മയോടും മര്യാദയോടും സംസാരിച്ചപ്പോൾ അവക്കത് പറ്റുകയല്ല.
നിന്നോട്ടില്ലോ നിന്നെ ഞാൻ താൻ എന്റെ അച്ഛനും ചേട്ടനൊന്നും അല്ലല്ലോ ഇത്ര ഉത്തരവാദിത്തം കാണിക്കാൻ. പാവമല്ലേന്ന് കരുതി ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ സഹിച്ചതാ. ഞാൻ വന്നില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? 12,000 കിലോ തൂക്കമുള്ള കാട്ടുപോത്തിനെ വെടിവെച്ച് മർത്തിച്ചും അതിന്റെ കിൻഡൽ തൂക്കമുള്ള കുടകെടുത്ത് തോളത്തിട്ട് ഒറ്റയ്ക്ക് നടന്നു പോയ ജോസ്. എനിക്ക് ഈ അടക്കാക്കൂരോട് എത്രോളം നിന്നെ പുല്ല് പോലെ എടുത്ത് ഞാൻ തോളത്തിട്ടുണ്ടോ? നീ വേണം ജോസിനെ പിടിച്ച് കളിക്കല്ലേ? ജോസഫ് ചുമ്മാലടി ഓരോരുത്തന്മാരോട് കയറി നിന്നെ ചീത്ത കളിക്കുന്നു. നിന്റെ കയ്യിൽ പിടിച്ചില്ല. आके लेके जा रहे हैं। Oh my God. മച്ചി ഞാനിപ്പോ ചെന്നൈയിലാ. ആ കൊച്ചിനൊരു കുഴപ്പമില്ല, അവള് തിരിച്ച് ജോലി കയറിയെന്നേ. അതൊന്നും എനിക്കറിയാൻ മേല. ആ കൊച്ചതിന്റെ വീട്ടിൽ കയറിയിട്ട് നീ ഇങ്ങോട്ട് വന്നാ മതി. അമ്മച്ചി ഞാൻ ഈ ഊരും പേരും അറിയാത്ത നാട്ടിൽ പെരുവഴി കിടന്ന് ചാകത്തേ ഉള്ളൂ. ആ ചത്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ അടുക്കിയേക്കാം. நான் ரூம் வேணுமாண்ணா? வெறும் 300 ரூபாய் தானா? ഇവിടെ മുറിയുണ്ടോ? മുറി முரியா? റൂം ரூம் இருக்குண்ணா. ഉണ്ടോ? இருக்கு. ഹോട്ട് വാട്ടർ ഉണ്ടോ? ஹாட் வாட்டர் 24 hours. ആ 24 മണിക്കൂറും ചൂടുള്ളതെന്ന് പറഞ്ഞിട്ട് അവർക്ക് പച്ചവെള്ളം പോലും ഇല്ലല്ലോ. காலையில இருந்து வர வேண்டிய கார்பரேஷன் லாரி வரல சார். അപ്പൊ ഞാനെങ്ങനെ കുളിക്കും? நான் கூட தான் குளிக்கல. ഇപ്പൊ പുറത്തു നിന്ന് പയ്യൻ പറഞ്ഞു 24 മണിക്കൂറും ചൂടുവെള്ളമാണ്. பையன் சொன்னா பையன்கிட்ட போய் கேளுங்க சார். മാമാത്തൊരി എന്റെ കാശി ഞാൻ തരും. ഞാൻ വേറെ പോയി കുളിച്ചോളാം. சார் நோ ரீஃபண்ட். നോ റീഫണ്ടാ? ஆமா. നോ റീഫണ്ടാ? ठीक है। நீ வரல. வேற ஏதாவது வெப்பன்ஸ் யூஸ் பண்ணாமா? எக்ஸ்கியூஸ் மீ சார், நான் இந்துலேகா. இங்கேருந்து கூப்பிட்டுருந்தீங்க. ஆமாம், உட்காருங்க. மேடம், அவனை உங்களுக்கு தெரியுமா? அவங்ககிட்ட கேட்டதுக்கு சென்னையில் அவனுக்கு தெரிஞ்ச ஒரே ஆள் உங்களை மட்டும்தான் சொல்கிறான். மேடம், நீங்கள் ஐசிபி பேங்கில் தானே ஒர்க் பண்ணுறீங்க? ஆமாம். நீங்கள் என்ன பண்ணுறீங்க? கம்ப்ளைண்ட் கொடுக்க வந்தவனுக்கு ஒரு 10,000மோ ஒரு 15,000மோ கொடுத்து நீங்கள் புறப்படும். ஆமாம் மேடம், இங்கே வச்சு கொடுக்க கூடாது. சுற்றி கேமரா இருக்குது. நீங்கள் என்ன பண்ணுறீங்க? பாத்ரூம் போர்டில் ஒரு ஹெட் கான்ஸ்டபிள் இருப்பார், அவர்கிட்ட ஜிபே நம்பர் இருக்குது, அவர்கிட்ட கொடுத்துருங்க. அப்புறம் மேடம், இனி அவனால் ஒரு பிரச்சனையும் வரக்கூடாது. வந்தால் நீங்கள் தான் பொறுப்பு. അവിടെ നിന്ന് ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലെന്നേ. ഇവന്മാര് പരിചയമില്ലാത്തവരാണെന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കിയതല്ലേ. ചൂടുവെള്ളമുണ്ടെന്ന് പറഞ്ഞിട്ട് പച്ചവെള്ളം പോലും കാശി ഇരിച്ച് വെച്ചപ്പോൾ തല്ലാൻ പറ്റും. ഞാൻ വെച്ചു കൊടുക്കും, ഞാനും ഒന്ന് വെച്ചു കൊടുക്കും. അല്ല ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എന്റെ ഭാഗത്തെ ന്യായം. എന്റെ പൊന്നു ജോസ്, സ്നേഹം കൊണ്ട് പറയുക. ക്യോ മോശം കാര്യങ്ങൾ സംഭവിച്ചു, അത് വിട്. ജോസ് ഇനി കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കേണ്ട. നിന്നാ ജോസിന്റെ ഒരു നേച്ചർ വെച്ച് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇനി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി പ്രശ്നം ഉണ്ടാക്കിയിട്ട് വിളിച്ചാൽ ഞാൻ വരില്ല കേട്ടോ. എനിക്ക് അവിടെ വേറെ പണിയുണ്ട്. ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ദൈവത്തെ ഞാൻ ഇന്ന് രാത്രി വേണ്ടിക്ക് തന്നെ പോകാൻ പരിപാടി ഇട്ടാന്നേ. വന്നവിടെ നിൽക്കല്ലേ, ഒന്ന് കുളിക്കെങ്കിലും വേണ്ടേ മനുഷ്യന്? ഓ, വല്ലതും കഴിച്ചായിരുന്നോ? That's true. എന്നാ വാ, കേറ്. എന്താ അവിടെ എന്താ ഐഡി? ആകപ്പാടെ പ്രശ്നമാണ്. രണ്ടുപേരും ഇപ്പോഴും ഹോസ്പിറ്റലിലാ. പോലീസ് കേസൊക്കെ ആയി. പിന്നെ അമ്മാവനും ചേട്ടനും നല്ല കലിപ്പില. ഞാൻ ഒരു വിധത്തിൽ അവിടെ നിന്നും കയറി പോകുന്ന. എക്സാം മിസ്സാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ചേച്ചി, ജെറിച്ചേട്ടൻ ഞാൻ ഫ്ലൈറ്റ് വെച്ച് കണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചു. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഞാൻ നോക്കിയിട്ട് ജെറിച്ചേട്ടൻ്റെ ഭാഗത്ത് വലിയ തെറ്റൊന്നും തോന്നുന്നില്ല. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് പുള്ളിയുടെ വീട്ടിൽ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ പുള്ളി എന്ത് ചെയ്യാനാ? പിന്നെ ചേച്ചിക്ക് അറിയുന്ന ഇപ്പൊ തന്നെ 2 അറ്റാക്ക് കഴിഞ്ഞതാ. പാതിരാത്രി ഇടിച്ചു കയറി ചെന്നപ്പോ അങ്ങേർക്ക് 3ാമത്തെ അറ്റാക്ക് വരാത്തത് ഭാഗ്യം. ഓഹോ, അപ്പൊ എല്ലാം ഒപ്പിച്ചിട്ട് ഇവിടെ നിൽക്കുവല്ലേ? ഇതിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു. കണ്ടാ കൊല്ലുന്നു പറഞ്ഞ് നടക്കുന്നുണ്ട് ചെറുച്ചേട്ടൻ. എന്നാ പറയാനാ കൊച്ചേ, പറ്റിപ്പോയി. ഇപ്പൊ ഞാനും കൂട്ടില്ല. അല്ല ജോസ്, ഇത് വെച്ചോ. ഡ്രസ് ഒന്ന് പുതിയത് വാങ്ങിച്ചിട്ടോ. പിന്നെ ഭക്ഷണത്തിനും ബസ് ടിക്കറ്റിനും ഉള്ളതൊക്കെ ഇതിലുണ്ട്. അയ്യോ, എനിക്ക് കൊച്ചന്റെ കാശൊന്നും വേണ്ട. ഞാനൊരു ഫോൺ വിളിച്ച് പറഞ്ഞാൽ ഗൂഗിളിൽ പൈസ ഇങ്ങ് വരും. ഓ, അല്ല ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു നിർബന്ധിച്ച് നോക്കണ്ടേ? നിർബന്ധിച്ച് നോക്കും, ഞാൻ വാങ്ങിക്കും. വെച്ചോ. അല്ല പിന്നെ എന്നാ പിന്നെ Jerry. എന്താ പിന്നെ നിങ്ങൾ കാമുകയാവുമ്പോൾ വരെ സംസാരിക്കും. ഞാനൊരു കട്ടറും പാവുന്നില്ല. ഞാൻ പറയുന്നുള്ളൂ, നിനക്ക് വിഷമമായി, സമ്മതിച്ചു. പക്ഷെ നീ എന്നാ എന്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കാത്തെ? നമ്മൾ എത്ര പ്രാവശ്യം ഡിസ്കസ് ചെയ്താ? വീട്ടുകാരറിഞ്ഞാൽ കുഴപ്പമാവുന്ന ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഒതുക്കത്തിൽ ആരോ എന്റെ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചേ. നിശ്ചയം നടന്നോട്ടെ അല്ലേ? പിന്നെ ആ ബോധമില്ലാത്ത ചോസേ ടൈം ഒന്ന് വിളിച്ചപ്പോൾ നീ എന്നാത്തിന് ഇറങ്ങി വരാൻ പോയെ?
നീ എന്നാ ഒന്നും മിണ്ടാത്തെ? വീട് വിട്ട് ഇറങ്ങിയ എന്നെ അറിയില്ലെന്ന് നീ പറഞ്ഞത് ഞാൻ ക്ഷമിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അന്ന് രാത്രി തന്നെ നീ വണ്ടി എടുത്തിൻ്റെ പുറകെ വരാത്തതും ഞാൻ ക്ഷമിച്ചു. ഓക്കെ. പക്ഷേ ആരെ ഇന്ദു ടിൻഡറും ഇന്ദു ബമ്പിളും? നിനക്കറിയില്ല? इसकी वजह से क्या कुछ नहीं हो रहा है. ये तो गया. അയ്യോ ഇതാണ് വഴിമുട്ടി എന്ന് പറഞ്ഞു. പാപി ചെല്ലുന്നിടം പാടാളും കേട്ടിട്ടോ. ഏട്ടായി ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞാനൊന്നും മൂത്രമൊഴിക്കാൻ പോയാ. ഈ അമ്പലത്തിൻ്റെ ഇവിടെ അതുകൊണ്ടെല്ലാം തിരിച്ചു വന്നു. ഏട്ടായി ഇല്ലാടാ, നിങ്ങളാണ് എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള പെമ്പിള്ളാരെ കാര്യമൊക്കെ ഇവളോട് പറഞ്ഞത്. ഞാനതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാ. നിങ്ങൾ എന്ത് ഇവിടുത്തെ മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ? സോറി. ജോസേട്ടായി ആ പെങ്കൊച്ച് എന്നാ പറഞ്ഞു? ഇവിടെ ആ കുളമായി കിടക്കുവാണ്. ഞാൻ പെരുവഴിയിലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അങ്ങോട്ട് വരുവാ. ഇവിടുത്തെ ജയിലിനെക്കാട്ടി ഭേദമാണ് ജോസേട്ടായി അവിടുത്തെ പെരുവഴി. ജോസേട്ടായി ഇവിടെ വന്നാൽ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യും. ഒരു 15 ദിവസം റിമാൻഡ് ചെയ്യുകയും ചെയ്യും. അറസ്റ്റ് ചെയ്യാനോ? അതിന് ഞാൻ എന്നാ ചെയ്തു? എടാ ആ പെങ്കൊച്ച് പോലീസിനോട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോന്നാന്ന്. എന്നാ ജോസേട്ടേക്ക് എന്നാ കാര്യം പറഞ്ഞേ മനസ്സിലാവാത്തേ? ഇതുകൊണ്ടൊന്നും പ്രശ്നം തീരത്തില്ലെന്നേ. FIR ഇട്ടേക്കുന്ന വീട് കയറി ആക്രമിച്ചാലും കൂടാ. ഭവനഭേദനവും വധശ്രമവും ആ മിലിറ്ററി വഴി SP വഴിയുള്ള പ്രശ്നം വേറെ. അയ്യോ ഇതെല്ലാം പുരുഷാണടാ. എന്നാന്ന് പറഞ്ഞാൽ ഇത് നാട് കിടക്കുന്നവരെ ജോസേട്ടാ ഇങ്ങോട്ട് വരിക വേണ്ട. ഏത് നേരത്താണോ എനിക്ക് ദുർബുദ്ധി തോന്നിയത്? കർത്താവേ, ആറമ്മോ. സിത്തു, എന്നാ കാലാവസ്ഥ? ആസ് യൂഷ്വൽ കലിപ്പിലാണ്. മാം. ഓക്കെ മാം. Good afternoon. This is the time you come to the office, Jerry? Ma'am. You are the branch manager. What's your explanation? You're not going to give me all this kind of nonsense. What the hell have all of you been doing here? അവിടുത്തെ പ്രാന്താന്ന് തോന്നുന്നു. എന്നാ തെറിയായിരുന്നു. ആ കാശങ്ങ് തിരിച്ചിട്ടേക്ക് ചെറി. ഏത് കാശ്? നിന്റെ പാസ് കീ ഉപയോഗിച്ചാണ് 70 ലക്ഷം രൂപ ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അതും ഓൺലൈനായി അല്ല, മാനുവലായിട്ടാ. പിടിച്ചാൽ ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കേണ്ടി വരും. നിന്റെ തമാശക്കളിയല്ല. നീ എന്നാ പിച്ചുമ്പയൊക്കെ പറയും? നിനക്കറിയില്ല. സിത്തു, നീ മനുഷ്യരെ പേടിപ്പിക്കാതെ കാര്യനാന്ന് പറയാനേ. എടാ, നീ പെരുന്നാൾ ഉടൻ ലീവിലായിരുന്നപ്പോൾ ഏതോ ഒരു ടയർ കമ്പനി ഡിസ്ട്രിബ്യൂട്ടർ വെങ്കിടേഷ്. சொல்லுங்க சார். ஹலோ மேம், ஐம் வெங்கடேஷ். எங்கள் ஒய்ஃப் ஜனனி. இவங்க அப்பா இறந்து 8 வருஷம் ஆச்சு. ஆனால் நேற்று நைட்டு 70 lakhs இவங்க அப்பா அக்கௌண்ட்லேருந்து வேறு அக்கௌண்ட்டுக்கு மணி ட்ரான்ஸ்ஃபர் ஆன மாதிரி உங்கள் பேங்க்லேருந்து மெசேஜ் வந்தது. ये तो स्टार्टिंग से था ना, ये दोनों मर चुके हैं. അവരുടെ അച്ഛൻ അങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. ഒരു സെന്റിമെന്റ്സിന്റെ പുറത്താണ് അവർ അച്ഛന്റെ ഫോൺ സൂക്ഷിച്ചു വെച്ചത്. ആ ഫോണിലേക്കാണ് ബാങ്കിന്റെ മെസ്സേജ് വന്നത്. 7 ലക്ഷമാ 70 ലക്ഷം. ஆமாம் மேடம், அதை பார்த்து தான் பேங்க்கு கிளம்பி வந்தோம். ഡീറ്റെയിൽ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുங்க, ഞാൻ ഫോർവേഡ് പண்றேன். അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ. ആ കംപ്ലൈന്റ് ഞാൻ അന്നേ സെക്ഷനിലേക്ക് ഫോർവേഡ് ചെയ്തിരുന്നു. പിന്നെ കോപ്പി വെച്ച് സിസ്റ്റത്തിൽ നോക്കിയപ്പോഴാണ് നിന്റെ പാസ് കീ ഉപയോഗിച്ചിട്ടാണ് ആ ഫണ്ട് മൊത്തം ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെന്ന് ഞാൻ കണ്ടത്. പക്ഷെ ഫാമിലി പിന്നെ വന്നേ ഇല്ല. ഇതേപോലത്തെ കംപ്ലൈന്റ് വേറെ ആരെങ്കിലും വന്നായിരുന്നു? ഇല്ല, വേറെ ആരും വന്നിട്ടില്ല. ഇല്ല. है या नहीं उसके बारे में कुछ पता नहीं. पता लगाएंगे. So guys,
गाइज ये था आज का सीन एंड इस सीन में देखने को मिलेगा ममूटी सर जिस कैरेक्टर का नाम है जोस एंड वो तो पूरा फंस चुका है। मतलब यहाँ जेरी एंड उसके गर्लफ्रेंड के बीच में ये ही फाइट करा रहा है, मतलब जानबूझ के तो नहीं फाइट करा रहा है, हो जा रहा है। एंड इसके फैमिली वाले तो पूरा लड़की की फैमिली वाले बहुत ही गुस्से में हैं जोस के ऊपर बिकॉज वो मारपीट करके आ गया था। एंड अभी जोस घर नहीं जा पाएगा बिकॉज उसकी खुद की माँ ही नहीं चाहती जब तक उस लड़की को नहीं लाता है तब तक तो घर तो वापस नहीं आएगा। एंड पुलिस वाले भी वहीं बोल रहे हैं। एंड यहाँ जो जोस है वो पूरा फंस चुका है एंड इधर उधर भटक रहा है। एंड उसका जो भाई है जेरी वो भी वहाँ उसके साथ है। एंड लेट्स सी आगे कहानी में क्या होता है। बट अभी जो एंड का सीन था इट वाज रियली वेरी इंटरेस्टिंग। जो दो कपल थे एंड उनका जो एक बच्चा था वो दोनों आए थे बैंक पर। एंड स्टार्टिंग में हमको देखने को मिला था कि वो लोग तो मर चुके हैं। सो उनके अकाउंट से इतना पैसा कैसे ट्रांसफ़र हुआ, कौन किया, एंड वो बच्चा ज़िंदा है या नहीं, वो सब तो शायद आगे पता चलेगा। एंड वो दैट इज़ गोइंग टू वेरी इंटरेस्टिंग। सो आई होप यू लाइक वीडियो एंड इफ यू हियर फॉर द फर्स्ट टाइम डोंट फॉरगेट लाइक एंड सब्सक्राइब माय चैनल। फिर मुलाकात होगी किस रिएक्शन वीडियो के साथ, तब तक बाय बाय।